യേശു വരും. ഇനി അടുത്തത് ഈ വസ്ത്രം പോകാതൊന്ന് സൂക്ഷിക്കണം. പണ്ടെങ്ങാണ്ട് 56 രക്ഷിക്കപ്പെട്ടതാ. ഇതിൽ പറയില്ല 56 വെള്ളപ്പൊക്കത്തിന് ഞാൻ രക്ഷിക്കപ്പെട്ടതാ, പിന്നെ അത് അതിലേ അങ്ങ് പോയി. അങ്ങനെയുള്ളവരുണ്ട്. ശ്രദ്ധിച്ചറിയാം. പഴയ ആളുകളാ. പണ്ട് കൂടച്ചക്ക തിന്നതും വരിക്കച്ചക്ക തിന്നതും കപ്പമാണം തിന്നതും ഒക്കെ പറയും. ഇപ്പൊ രക്ഷയില്ല, പ്രത്യാശയില്ല, ഒന്നുമില്ല. ഈ 3 കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് ദൈവത്തിന്റെ അടുക്ക പോയി വസ്ത്രം വാങ്ങണം. രണ്ടാമത്, ഈ വസ്ത്രം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അപ്പൊ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ കള്ളനെ പോലെ വരുമ്പോൾ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ വസ്ത്രം ഒന്ന് സൂക്ഷിക്കണം. ഇനി മൂന്നാമതായി പറയുന്നു, ഗോപുരത്തിൽ കൂടെ നഗരത്തിൽ പ്രവേശിക്കാൻ നിന്റെ വസ്ത്രം കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കണം. അപ്പൊ ഈ 3 കാര്യവും ചെയ്യണം. ഒന്ന്, വസ്ത്രം മേടിക്കണം. രണ്ടാമത്, നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. മൂന്നാമത്, വല്ലപ്പോഴുമെങ്കിലും ഒന്ന് അലക്കണം. ചിലക്ക് പരിപാടിയിൽ നമ്മൾ ഓറിസാരെ ഉൾപ്രദേശത്ത് പോയാലേ അവിടെ പല മീറ്റിങ്ങുകളൊക്കെ പോകും. അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു പ്രത്യേക രീതിയിലൊക്കെയാ. അപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് സ്ഥാനാർത്ഥി കൊടുത്തൊരു മുണ്ട് കൊടുത്തതാ. ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് ഇവനിത് അലക്കത്തുള്ളത്. അതാണ്. ഇങ്ങനെ നമ്മളെ ചില ആളുകളുണ്ട്. അപ്പൊ ഒന്നാമത്, കർത്താവിനോട് ചോദിച്ചിട്ട് അത് വാങ്ങണം. രണ്ടാമത്, നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടും. ഭക്തനായ നോഹയ്ക്ക് പണ്ട് അബദ്ധം പറ്റി. നോഹ നല്ല മനുഷ്യനാ, കൃപ ലഭിച്ചവനാ, നല്ല കൃപയുള്ള മനുഷ്യനാ, വിശ്വസിച്ചവനാണ്, വീര്യം പ്രവർത്തിച്ചവനാണ്. പക്ഷെ അങ്ങേര് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി യാഗപീഠം പണിത് ദൈവത്തോട് ഉടമ്പടി ചെയ്തു. 4 മൂട് കപ്പ വിട്ടു താനും കുടുംബവും ജീവിച്ചെന്നല്ല പറയുന്നത്. മുന്തിരി വെച്ചുണ്ടാക്കി, വീഞ്ഞുണ്ടാക്കി, അപ്പനടിച്ച് ആകെ കിക്കായി കിടന്നതാണ്. അവസാനം എന്ത് ചെയ്തു? നോഹ നഗ്നനായി കിടന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച കൊച്ചുമോൻ കനാൻ, മോനെ ശപിച്ചില്ല, കൊച്ചുമോനെ ശപിച്ചു. അന്ത്യകാലമാകട്ടോ. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, പത്രോസിന്റെ കാലത്തെ പോലെ അന്ത്യകാലത്ത് പരിഹാസികൾ വരുമെന്ന്. മദ്യം കലഹക്കാരനും വീഞ്ഞു പരിഹാസിയുമാണ്. ഓർമ്മയിൽ സൂക്ഷിക്കൂ, അന്ത്യകാലത്ത് ജഡമോഹികൾ പരിഹാസത്തോടെ എഴുന്നേച്ചു വരും. ഇപ്പോൾ നോഹ നല്ല മനുഷ്യനായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ വീഞ്ഞു കുടിച്ചു, അവൻ നഗ്നനായി പോയി. കൃപ ലഭിച്ച നോഹ. ഓർമ്മയിൽ സൂക്ഷിക്കൂ, നമുക്ക് സംഭവിക്കരുത്. യേശു വരാറായി. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മുടെ വസ്ത്രം യേശുവിനോട് നമുക്ക് ഇന്ന് രാത്രി വാങ്ങണം. നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് വെള്ള ഉടുപ്പ് തരാം. വെള്ള ഉടുപ്പ് തരാമെന്നാണ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? കർത്താവിന്റെ ക്രൂശിങ്കൽ പോയി, കർത്താവേ, എന്റെ പ്രാണന്റെ നഗ്നത മറയ്ക്കുവാൻ നീ എനിക്കൊന്ന് വെള്ള ഉടുപ്പ് തരണമേ. ജോബ് പറഞ്ഞൊരു വാക്കല്ല എനിക്ക് ആവശ്യം. അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ പൗലോസ് പറഞ്ഞ വാക്കാണ് എനിക്ക് ആവശ്യം. ഞാൻ നഗ്നനായി മരിക്കരുത്. തിരുമുൻപാകെ, സിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കാൻ തക്കവണ്ണം എന്റെ ആത്മാവ് ധരിക്കുവാൻ ഒരു അങ്കി എനിക്ക് തരണമേ. ആ സ്തുതി എന്ന മേലാടെ എന്റെ അതിരത്തിൽ തരണമേ. നിന്റെ നീതിയുടെ അങ്കി എന്നെ ഒന്ന് പുതപ്പിക്കണമേ. തിരുമുൻപാകെ എന്നെ ഒന്ന് നിർത്തണമേ. രണ്ടാമത്, വസ്ത്രം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. പലർക്കും അത് സംഭവിക്കുന്നു. നോഹയുടെ വസ്ത്രം നഷ്ടപ്പെട്ടുപോയി. അവൻ മദ്യത്തിന് അടിമയായി വീഞ്ഞു കുടിച്ചു. ഇത് കണ്ടിട്ടാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, മദ്യം കലഹക്കാരനും വീഞ്ഞ് പരിഹാസിയുമാണ്. അന്ത്യകാലത്ത് ഈ 2 ആത്മാവും സഭയിൽ പോരാടും. ഒന്ന് കലഹത്തിന്റെ ആത്മാവ്, അത് നമുക്കിടയിൽ അധികം ഇല്ലെന്ന് തോന്നുന്നു. കലഹം പണ്ടേ ഉള്ളതാ. പൗലോസ് കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ ഇല്ലേ സിബി, കലഹം എന്ന് പറയും. ഒന്നുമില്ലെങ്കിലും അത് ഉണ്ട്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നു പരിഹാസം. ആ കർത്താവിന്റെ പ്രത്യക്ഷത എവിടേന്ന് ചോദിക്കുന്ന പരിഹാസികൾ, ജഡമോഹികളായി അന്ത്യകാലത്ത് എഴുന്നേച്ചു വരും. നമ്മുടെ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടരുത്. നീതിയുടെ അങ്കി നഷ്ടപ്പെടരുത്. നിന്റെ അതിരത്തിൽ സ്വർഗം പ്രദാനം ചെയ്ത ആ സ്തുതി എന്ന മേലാട് നഷ്ടപ്പെടരുത്. അതെപ്പോഴും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. 22-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ പറയുന്നു, ഗോപുരത്തിൽ കൂടെ വായിച്ചാൽ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനു, ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനു തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഈ വസ്ത്രം മേടിക്കണം. യേശുവിനോട് ചോദിച്ചാൽ അത് തരും, സൗജന്യമായി തരും. 2, ഈ വസ്ത്രം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, നഷ്ടപ്പെട്ടു പോകരുത്. മൂന്നാമത് പറയുകയാണ്, ഈ വസ്ത്രം നമ്മൾ അലക്കണം. എല്ലാ ദിവസവും അലക്കണം, നന്നായിരിക്കും. പെൺമയോടെ നമുക്ക് സൂക്ഷിക്കാം.
ആണ്ടവസാനമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വലിച്ചലക്കുണ്ടതാ. വലിച്ചൊരലക്കും ഒരു ഏറ്റി പറച്ചിലും അല്ലേ, കുറവേ കുറ്റമേ പറയും. വീണ്ടും 1-ാം തീയതി രാവിലെ പഴയ റെയിൽവേ ട്രാക്കിൽ തന്നെ ഓടും. യേശു വരാറായി. നമ്മൾ കുഞ്ഞുകളിക്കരുത് സഹോദരങ്ങളെ. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. നമ്മൾ കൺവെൻഷനിൽ പങ്കെടുത്തു, പ്രസംഗം കേട്ടു, ഇതൊന്നുമല്ല യേശുവിന്റെ പ്രത്യക്ഷതയിൽ നിൽക്കാനുള്ള യോഗ്യത. അപ്പൊ വസ്ത്രം വാങ്ങണം, വസ്ത്രം നഷ്ടപ്പെടാതെ, പരിഹാസത്തിന്റെയും കലഹത്തിന്റെയും ആത്മാവിന് അടിമപ്പെടാതെ വിശുദ്ധിയോടെ ജീവിക്കണം. ഇനി അടുത്തത് വസ്ത്രം അലക്കണം. നല്ല വാക്കല്ലേ? ഗോപുരത്തിൽ കൂടെ നഗരത്തിൽ പ്രവേശിച്ച് ജീവവൃക്ഷത്തിങ്കൽ അധികാരം പ്രാപിക്കേണ്ടതിന് തന്റെ വസ്ത്രം കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കുന്നവൻ ഭാഗ്യവാൻ. യേശു വരുമ്പോൾ ആരവന്റെ മുമ്പിൽ നിൽക്കും? വസ്ത്രമുള്ളവനായിരിക്കണം. പിന്നെ അതെന്നും അലക്കണം അല്ലേ? ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു നിമിഷമേ ഉള്ളെങ്കിലും ഒരു അരനിമിഷമെങ്കിലും ഹൃദയപരമാർത്ഥതയോടെ കരഞ്ഞു പ്രാർത്ഥിക്കണം. നമുക്ക് ജീവിക്കാൻ ഒക്കുന്നില്ലെന്ന് ദൈവം തമ്പുരാനോട് നമ്മൾ നേര് പറയണം. ആ നേര് പറഞ്ഞാൽ തന്നെ ഒരു മാന്യതയുണ്ട്. നേര് പറഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇപ്പൊ ആരാധന സ്ഥലത്ത് വേണമെന്നൊന്നുമില്ല. നമ്മൾ സന്ധ്യായാമത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും 1 മിനിറ്റേ ഉള്ളെങ്കിലും അത് അരമിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മുടെ അങ്കി ഒന്ന് അലക്കി വെളുപ്പിക്കണം. നമ്മൾ പണ്ടത്തേതും പഴയതും ഒക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? ചില ആളുകൾ തലമുടി തക്ക സമയത്ത് സംരക്ഷിക്കാതെ ജട പിടിച്ചിരിക്കുന്നത്. ജട പിടിച്ചിങ്ങനെ ജീർണിച്ചിരിക്കും. പിന്നെ അത് തലയിൽ നിന്ന് കത്തിരിച്ചു കളയാൻ പോലും ഒക്കാതായി പോകും. നമ്മുടെ വർഷപ്പഴക്കമോ പുസ്തക പാണ്ഡിത്യമോ ഒന്നും നിത്യതയുടെ കവാടത്തിൽ കൊണ്ട് എത്തിക്കത്തില്ല. നമ്മളും മനുഷ്യരാണ്, ദൂതന്മാരൊന്നുമല്ല. കുഞ്ഞാടിന്റെ രക്തം ഇന്നും സഭയിലുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം സഭയിലുണ്ട്. എന്തിന്? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഭക്ത, നിന്റെ നീതിയുടെ അങ്കി അലക്കി വെളുപ്പിക്കാനാണ്. സ്വർഗം തരുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, പാഴാക്കി കളയരുത്. നമുക്ക് നമ്മിലേക്ക് തിരികെ പോകാം. ഒരാണ്ട് അവസാനിക്കാറായി. നമ്മുടെ അങ്കി എങ്ങനെ ഇരിക്കുന്നു? കർത്താവ് നമുക്ക് തന്ന അങ്കി നമ്മുടെ പക്കലുണ്ടോ? അത് നഷ്ടപ്പെട്ടു പോയോ? അത് നമ്മൾ അങ്കി അലക്കി വെളുപ്പിക്കാറുണ്ടോ? ഞാൻ ഇന്ന് ചോദിക്കട്ടെ, ഇന്ന് രാത്രിയിൽ യേശു വന്നാൽ എന്റെ ശരീരം രൂപാന്തരപ്പെടുമെന്നും ഈ രാത്രി എന്റെ പ്രാണൻ ശരീരത്തെ വിട്ടാൽ യെരൂശലേമിന്റെ വാതിൽ തുറന്നു കിടക്കുമെന്നും വിശ്വാസമുള്ളവർ, ധൈര്യമുള്ളവർ എന്ന കരങ്ങൾ ഉയർത്താമോ? 1000-ഓളം പേർ തിങ്ങി നിൽക്കുന്നിടയിൽ അങ്ങിങ്ങായി 1-2 കരം പൊങ്ങിയിരിക്കുകയാണ്. ഏതോ ഒരു വ്യാകുലം നമ്മളെ അലട്ടുന്നില്ലേ? അടുത്ത കാലത്ത് ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങിന് ഞാൻ പോയപ്പോൾ കൊച്ചുകുട്ടികളാണ് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ, യേശുവപ്പച്ചൻ വന്നാൽ പോകുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതുപോലെ ആരും കൈവൊക്കിയില്ല. അയ്യോ അതെന്താണ്, യേശുവപ്പച്ചൻ വന്നാൽ സ്വർഗത്തിൽ പോയില്ലേ, പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നു ചോദിച്ചു. ഒരു കൊച്ചു കുഞ്ഞ് കൂടി വന്നാൽ ഒരു 11 വയസ്സ് കാണും. അവൾ ആ പബ്ലിക് സ്ഥലത്ത് എഴുന്നേറ്റിട്ട് എന്നോട് പറയാണ്, എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു യേശുവപ്പച്ചൻ വന്നാൽ പോകത്തുമില്ല, മരിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പൊ ആരോ ഉള്ളിലിരുന്ന് പറയുന്നുണ്ടല്ലേ. നമ്മളകത്തെ മനുഷ്യനാണ്, അവനറിയാൻ പോകുമോ ഇല്ലേ. നമ്മൾ അങ്ങനെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സമൂഹമധ്യം മാന്യരായി നല്ല ഒറിജിനൽ അശോക ബ്ലേഡും ഒക്കെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മൾ നല്ല കണ്ടീഷൻ കുട്ടപ്പം ബന്ധുക്കോസുകാരാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മരിച്ചാൽ സ്വർഗത്തിൽ പോകും? ഇന്ന് രാത്രി കർത്താവേ ഞാൻ റെഡി, കയറി കിടക്കാമോ? ധൈര്യമുള്ളവരെന്ന കരം മുക്കിക്ക്. ഇപ്പൊ പഴയതുപോലെ പൊങ്ങുന്നില്ല. പേടിക്കണ്ട, നിങ്ങൾ ആരും മരിക്കത്തില്ല. ഇന്നും മരിക്കത്തില്ല, നാളെയും മരിക്കത്തില്ല, മറ്റന്നാളും മരിക്കത്തില്ല. പുതിയ ആത്മാക്കൾ വരാത്തത് കൊണ്ട് പഴയവരുടെ എണ്ണം ഇരിക്കേണ്ടതിന് നിങ്ങൾ മരിക്കാതിരിക്കാൻ ഞങ്ങൾ കുറെ കാലം കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പേടിക്കണ്ട. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, യേശു വരാറായി. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചില നാളുകൾ കഷ്ടമായിരുന്നു, കഷ്ടം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ എന്റെ ആത്മാവിനോട് ഇത് പറഞ്ഞതാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇത് കർശനമായി പറയും. യേശു വരാറായി. ആരവന്റെ മുമ്പിൽ നിൽക്കും? ഞാൻ കള്ളനെ പോലെ വരും. നഗ്നത കാണാതിരിപ്പാൻ വസ്ത്രം സൂക്ഷിച്ചു കൊള്ളണം. 1000-കണക്കിന് ഭക്തന്മാരെന്ന് പറയുന്നവർ തങ്ങളുടെ നീതിയുടെ അങ്കി നഷ്ടപ്പെട്ടവരാണ്. അവർ പ്രാണൻ നഗ്നരായിരിക്കുന്നു. അരുത് സഹോദരങ്ങളെ, നാളെ ഒരു ദിവസം നമുക്കുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കാഹളം ധരിക്കാറായി. ദൂതന്മാർ സ്വർഗത്തിൽ കാഹളം ഊതുവാൻ ഒരുക്കമായിരിക്കുന്നു. നിത്യതയുടെ വാസസ്ഥലത്തിന്റെ വേല തീർന്നുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലൊരു എതിർ ക്രിസ്തു ഇതാ ഒരുങ്ങി രംഗപ്രവേശനം ചെയ്യാൻ പോകുന്നു. വമ്പൻ രാഷ്ട്രങ്ങൾ 3-ാം ലോകമഹായുധത്തിനുള്ള ആയുധപ്പരകൾ കൂട്ടുന്നു. മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും 666 അടിക്കുവാൻ ഇതാ ദുഷ്ടൻ സംഖ്യയുമായി ശാസ്ത്രം ഒരുങ്ങുന്നു. ഇന്ന് രാത്രി ഞാൻ നിന്നോട് ചോദിക്കട്ടെ,
ഈ രാത്രിയിൽ യേശു പ്രത്യക്ഷപ്പെടുന്നെങ്കിൽ അവന്റെ മുൻപാകെ നമുക്ക് നിൽക്കാൻ ഒക്കുമോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓടിയിട്ട് എന്ത് കാര്യം? അപ്പൊ ഇന്ന് രാത്രിയിൽ യേശു വന്നാൽ എന്റെ ആത്മാവ് രൂപാന്തരപ്പെടുമെന്നൊരു ധൈര്യം പ്രാപിച്ച് ഈ ഷെഡ് വിട്ടു പോകാവും. ഇന്ന് പറഞ്ഞ് 12 മണി വരെ ഒന്നും മീറ്റിംഗ് ഇല്ല, 9 മണിയാകുമ്പോൾ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കും. പക്ഷെ ആത്മധൈര്യം പ്രാപിച്ചിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞല്ലോ, ആ കൊച്ചു കുഞ്ഞെ, അവക്കൊരു 11 വയസ്സ് പ്രായം കാണും. അവളാ എന്താ കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുകൊടുത്തോണ്ടേ ആ കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് പറയാ, വാസ്തപ്പച്ച ആരോ ഉള്ളീന്ന് പറയുന്നു. ഞാൻ ചോദിച്ച ആരാ പറയുന്നത്? ആരോ ഉള്ളീന്ന് പറയുന്നു. മമ്മി അനുസരിക്കാത്ത സകല അനുസരണക്കേടും ഒക്കെ ഉള്ളത് കൊണ്ട് പോക്ക് നടക്കത്തില്ല. മരിച്ചാലും പോക്ക് നടക്കത്തില്ല. മരിച്ചാലും പോകത്തില്ല, യേശു വന്നാലും പോകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാം, പൊന്നു തമ്പുരാനെ ഈ രാത്രിയിൽ അങ്ങ് വന്നേരും. ഇവിടെ ഒരു പാട്ട് പാടി, എന്തായിരുന്നു ശിവി? ആമീൻ കർത്താവേ, ആമീൻ കർത്താവേ വരണമേ. അടുത്തത് അതിവേഗം വരണമേ. ശരി, നിങ്ങളുടെ പാട്ട് കേട്ട് കർത്താവ് ഇന്ന് രാത്രി വരാൻ തീരുമാനിച്ച പോകാനുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ആകപ്പാടെ കഷ്ടമാണ്. അപ്പൊ നമുക്ക് ആ പാട്ടങ്ങ് ഒഴിവാക്കാം കേട്ടോ. ഇനി ആ പാട്ട് പാടണ്ട, വൃത്തിയാഴ്ചയില്ലാത്ത നമ്മൾ പാടി വെറുതെ എന്തിനാ? ദൂതന്മാരത് കേട്ട് താണ്ട പള്ളിപ്പാട് കൺവെൻഷൻ നടക്കുകയാണ്, അവരൊരുക്കമാണ്, ചെല്ലാൻ പറയുന്നു, വാ പോയേക്കാമെന്ന് പറഞ്ഞാൽ വെള്ളത്തിലാകും. അപ്പൊ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് യേശു വരുമ്പോ ഒന്ന് പോകണം. ഇന്ന് രാത്രി പ്രാണൻ ശരീരത്തെ വിട്ടാൽ രാത്രിയില്ലാത്ത നഗരമായ യെരൂശലേമിന്റെ വാതിൽ നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കണം. ആരാണ് നിങ്ങളുടെ പ്രാണനെ ഭയപ്പെടുത്തുന്നത്? ആരാണ് നിങ്ങളുടെ പ്രാണനെ വേട്ടയാടിക്കുന്നത്? ആരാണ് നിങ്ങൾ നഗ്നനാണെന്ന് പറയുന്നത്? ഈ രാത്രിയിൽ യേശുവിന്റെ ക്രൂശിലേക്ക് പോകുകയോ അതിക്രമത്തിനും പാപത്തിനും പരിഹാരം വരുത്തുവാൻ മരിച്ച യേശുവിന്റെ ക്രൂശിനെ നോക്കുകയും ഈ രാത്രിയിൽ ആ രക്തത്തിൽ നമ്മുടെ അങ്കി ഒന്ന് കഴുകി വെടിപ്പാക്കും. ഞാൻ കർത്താവിന്റെ ക്രൂശുമരണം പറഞ്ഞ് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കുഞ്ഞുങ്ങളോട് ചോദിച്ചു, യേശു വന്നാൽ പോകുമോ എന്ന്. കുഞ്ഞുങ്ങളെല്ലാം ഒറ്റക്കെട്ടായി കൈപോക്കി. എനിക്ക് വലിയ സന്തോഷം തോന്നി. അവരുടെ ഉള്ളിൽ ആരോ പറയുന്നു, യേശു വന്നാൽ പോകും. ഇതാണ് നമ്മുടെ മനസ്സാക്ഷിയുടെ ആത്മധൈര്യം. അവൻ പ്രത്യക്ഷനാകും. അവന്റെ മുൻപാകെ ആര് നിൽക്കും? അവന്റെ പ്രത്യക്ഷതയുടെ മുൻപാകെ നിൽക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന എന്തെങ്കിലും നിന്റെ നീതിയുടെ അങ്കിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാനും നിനക്ക് വേണ്ടി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കാൻ കഴിയുന്ന യേശുവിന്റെ രക്തം ഈ പന്തലിന് നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പൊ നമുക്ക് ആത്മധൈര്യം പ്രാപിച്ചേ പോകാവൂ. നീതിയുടെ അങ്കി നമുക്ക് അലക്കി വെടിപ്പാക്കാം. കുഞ്ഞാടിന്റെ നിണത്തിൽ അങ്കി അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ഹൃദയാവസ്ഥകളൊക്കെ ദൈവം തമ്പുരാനല്ലേ അറിയുന്നത്, മനുഷ്യനാണ്. നമ്മുടെ ഹൃദയാവസ്ഥ ദൈവത്തോട് നമുക്ക് തുറന്നു പറയണം. ജീവിക്കാൻ ഒക്കുന്നില്ലെന്ന് പറഞ്ഞ തന്നെ മാന്യതയാണ് അല്ലേ? ചില അപ്പന്മാരുണ്ടോ? അമേരിക്കയുടെ 1ാമത്തെ പ്രസിഡന്റാണ് ജോർജ് വാഷിംഗ്ടൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവന്റെ സഹോദരങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. ഇവന് കുഞ്ഞുകാലത്തൊരു കുസൃതി പയ്യനായിരുന്നു. അപ്പൻ വീട്ടുവാതിക്കൽ ഒരു ആപ്പിൾ മരം വെച്ചു പിടിപ്പിച്ചു. ആപ്പിളിൽ ഒരു പഴമുണ്ടായി. അപ്പൊ ഇദ്ദേഹം ജോലിക്കൊക്കെ പോകുമ്പോൾ കുതിരവണ്ടി അവിടെ കൊണ്ടു നിർത്തിയിട്ട് ഈ ആപ്പിൾ മരമൊക്കെ നോക്കിയിട്ടാ പോകുന്നത്. ഒരു കുഞ്ഞിനെ വളർത്തുന്ന പോലെ ഈ വൃക്ഷത്തെ വളർത്തിക്കൊണ്ടുവന്നതാണ്. ഒരു ദിവസം ഈ ജോർജിന്റെ കയ്യിൽ ഒരു വെട്ടോത്തി കിട്ടി. നമ്മുടെയൊക്കെ പിള്ളേറിൽ വെട്ടോത്തി കിട്ടിയ കപ്പ വെട്ടുന്ന കണ്ടിട്ടില്ല. യാദൃശമായി അവന്റെ കിട്ടിയ വെട്ടോത്തിയാ. അവൻ അത് വെട്ടി ഇത് വെട്ടി 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 ഈ അപ്പൻ നട്ടുപിടിപ്പിച്ച ആപ്പിളങ്ങ് വെട്ടി. ആപ്പിൾ വെട്ടി വീണ് കഴിഞ്ഞപ്പോഴാണ് പേടിച്ചു പോയത്. അപ്പൻ ജോലിയും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തന്റെ ആപ്പിൾ മരം വെട്ടി ഉണങ്ങിക്കിടക്കുന്ന കണ്ടു. ഭയങ്കര കോപമുണ്ടായ ഉടനെ അപ്പനൊരു വടി വെട്ടിയെടുത്തിട്ട് ചേട്ടാനിയന്മാരെ എല്ലാം കൂടെ വിളിച്ചു. ആരാടാ എന്റെ ആപ്പിൾ മരം വെട്ടിയെന്ന് ചോദിച്ചു. ജോർജ് മുമ്പോട്ട് എന്നിട്ട് പറഞ്ഞു, ഡാഡി അത് ഞാൻ ചെയ്തതാണെന്ന് ഡാഡിക്ക് അറിയരുതോ? എന്നെ കൊണ്ട് എന്തിനാ കള്ളം പറയിപ്പിക്കുന്നത്? അതാ ഡാഡിക്കറിയാം ഞാനേ അത് ചെയ്യത്തുള്ളെന്ന്. ഈ ആപ്പിൾ മരം വെട്ടിയത് ഞാനാണെന്ന് ഡാഡിക്ക് അറിയാം. പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് കള്ളം പറയിപ്പിക്കുക? അദ്ദേഹം വലിയ മഹാനായിരുന്നു. അദ്ദേഹം വടി എറിഞ്ഞിട്ട് ജോർജിനെ കെട്ടിപ്പിടിച്ചു. മോനെ, എന്റെ ആപ്പിൾ മരമല്ല വലുത്, നിന്റെ വ്യക്തിത്വമാണ് എനിക്ക് വലുത്. അദ്ദേഹമാണ് അമേരിക്കയുടെ 1ാമത്തെ പ്രസിഡന്റ്. നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഇന്ത്യൻ പ്രസിഡന്റൊന്നും ആകണ്ട. എങ്കിൽ പോലും നേര് പറയുന്നതിനൊരു മാന്യതയുള്ളതാണ്. നമ്മൾ നേര് പറഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട്. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ അടുക്കൽ പോകണം. നമുക്ക് പുതിയ ആത്മാക്കളിൽ നിന്നും 1000കണക്കിന് കിട്ടിയില്ലേലും ടെൻഷൻ അടിക്കണ്ട. ഉള്ള നമുക്ക് എങ്ങനെയെങ്കിലും പോകണ്ടേ? യേശു വരാറായില്ലേ? കാഹളം ധനിക്കാറായില്ലേ? ഒരുക്കപ്പെടാൻ നമുക്ക് സ്വർഗം അവസരം തരികല്ലേ? നമുക്ക് നമ്മളിലേക്ക് മടങ്ങിപ്പോകാം, പരാജയങ്ങളെ കണ്ടുണരാം. എന്താ വായിച്ചത്? ഗോപുരത്തിൽ കൂടെ നഗരത്തിൽ പ്രവേശിക്കേണ്ടതിന്
ജീവവൃക്ഷത്തിങ്കൽ അധികാരം പ്രാപിക്കേണ്ടതിനും തന്റെ വസ്ത്രം രക്തത്തിൽ അലക്കുന്നവർ ഭാഗ്യവാന്മാർ. രാത്രിയിൽ നമുക്ക് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മുടെ നീതിയുടെ അങ്കി അലക്കി വെളുപ്പിച്ച് യേശുവിന്റെ മുൻപിൽ ധൈര്യമായി നിൽക്കണം. എപ്പോൾ യേശു വന്നാലും പോകാൻ തയ്യാറായിരിക്കണം. വേണ്ട, യേശു വരണ്ട, കുറെ നാളൂടെ നിന്നോട്ടെ. നമ്മളെ വിളിച്ചാൽ പോകാൻ തയ്യാറാകണ്ടേ? മരിക്കാൻ തയ്യാറാണ്. എപ്പോഴാണ് പറഞ്ഞാലും നമുക്ക് റെഡി അല്ലേ? ഇപ്പം വേണമെങ്കിലും പറഞ്ഞാൽ പോകാൻ തയ്യാറായിരിക്കണം. ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യതയുടെ പർദീസ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. എപ്പോഴാണ് സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ സ്വർഗീയ ദർശനമൊക്കെ അങ്ങ് മങ്ങിപ്പോയി. സ്വർഗീയ ദർശനം മങ്ങിയതോടുകൂടിയാണ് നിത്യതയുടെ രൂപം മനസ്സിൽ നിന്ന് മങ്ങിപ്പോയത്. അബ്രഹാം വിശ്വാസികളുടെ പിതാവും ദൈവത്തിന്റെ സ്നേഹിതനുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ദൈവത്തിന്റെ സ്നേഹിതനാക്കി തീർക്കുകയും വിശ്വാസികളുടെ പിതാവാക്കി തീർക്കുകയും ചെയ്തത് പ്രധാനപ്പെട്ട 4 ദർശനമായിരുന്നു. അബ്രഹാം കൽദീയരുടെ പട്ടണം വിട്ട് കനാൻ എന്ന ദേശത്തേക്ക് വരുമ്പോൾ ഒന്ന് കനാനെ കുറിച്ചൊരു ദർശനമുണ്ടായിരുന്നു. യാത്ര ഇങ്ങനെ തുടരുമ്പോൾ തനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ട്, ഒരു പ്രൈവറ്റ് സെക്രട്ടറി, പേര് ഏലിയസർ എന്നാണ്. ഏലിയസർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, യജമാനനെ അന്ന് ദർശനത്തിൽ കണ്ട സ്ഥലം ഇതാണോ? അപ്പൊ അബ്രഹാം ഇങ്ങനെ തലപൊക്കി ചുറ്റും നോക്കും. നോക്കിയിട്ട് പറയും, അല്ല ഏലിയസറെ, ഈ സ്ഥലമല്ല. പിന്നെ ഇതല്ല, പാലും തേനും ഒഴുകുന്ന ദേശമാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് മുൻപോട്ട് തന്നെ പോണം. അപ്പൊ പാലും തേനും ഒഴുകുന്ന കനാന്റെ ദർശനം അബ്രഹാം മനസ്സിൽ സൂക്ഷിച്ചു. രണ്ടാമത്തെ ദർശനം ഒരു ആൺകുഞ്ഞിന്റെ ദർശനമാണ്. 60-ാമത്തെ വയസ്സിൽ ഇറങ്ങിത്തിരിച്ചവന് 75-ാമത്തെ വയസ്സിൽ അബ്രഹാം എന്ന പേര് ലഭിച്ചു. 25 വർഷം അവൻ ആ കുഞ്ഞിനായി കാത്തിരുന്നു. 100-ാമത്തെ വയസ്സ് സെഞ്ചുറി അടിച്ചപ്പോൾ അവൻ അന്ന് ലഭിച്ച ഒരു ദാനമാണ് ഇസഹാക്ക് എന്നൊരു കുഞ്ഞ്. അപ്പൊ ജയജീവിതത്തെ കുറിച്ച് നമുക്കൊരു ദർശനം വേണം. പലർക്കും ഈ ദർശനമില്ല. അതിങ്ങനെ 1-2 ദിവസം കൊണ്ടൊന്നുമല്ല. ഒരു ആൺകുഞ്ഞിനെ ദൈവം തരാമെന്ന് പറഞ്ഞാൽ തരുമെന്നേ. ഇതിനിടെ സാറായുടെ അഭിപ്രായമൊക്കെ കേട്ട് കാട്ടുകഴുത വീട്ടിൽ ജനിക്കാതെ സൂക്ഷിച്ചാൽ മതി. നമ്മൾ നന്നായിട്ട് അറിയണം, അബ്രഹാമേ നിനക്കൊരു കുഞ്ഞിനെ തരാം. ആ തരും. 100-ാമത്തെ വയസ്സിൽ അല്ലേ, 100-ാമത്തെ വയസ്സ് തികയുമ്പോൾ ഐസക്ക് ജനിച്ചു. 25 വർഷം അനേക ജാതികളുടെ പിതാവ്, അനേക ജാതികളുടെ പിതാവെന്ന് അവൻ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായിരുന്നു 2-ാമത്തെ ദർശനം. 3-ാമത്തെ ദർശനം മോറിയായുടെ ദർശനമാണ്. മോറിയായുടെ ദർശനം ഉണ്ടായാലേ ഈ അപ്പനും മോനും തമ്മിലുള്ള ബന്ധം വരത്തുള്ളൂ. പിന്നെ അപ്പനും മോനും തന്നെ ഉള്ളൂ. ഐസക്കും അബ്രഹാമും തമ്മിൽ വേറെ ആരുമില്ല. സെർവന്റിനെ എല്ലാം അവിടെ ഇരുത്തി. ഇപ്പൊ അപ്പനും മോനുമേ ഉള്ളൂ. അപ്പാ ഇങ്ങനെ വിളിക്കുന്നു. അപ്പാ കത്തിയുണ്ടപ്പാ, വിറകുണ്ടപ്പാ, തീയുണ്ടപ്പാ, മൃഗം എവിടെ? അപ്പനെന്തു പറയും? യഹോവായിരേ, യഹോവായിരേ, യഹോവായിരേ. അപ്പൊ ഈ മോറിയായുടെ ദർശനം ഉണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കില്ല. നമ്മുടെ പരാതി നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ പരാതി ഇങ്ങനെ ചാക്ക് കണക്കിന് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. മോറിയായുടെ ദർശനം വന്നപ്പോൾ ഇപ്പോൾ അപ്പനും മോനും തന്നെയുള്ളൂ. ഇനി അടുത്ത ഒരു വലിയ വിഷയം എന്താണ്? മോറിയായുടെ ദർശനം ഉണ്ടെങ്കിൽ ഐസക്ക് വിറക് ചുമക്കൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല ആപ്പയെ പിടിച്ച് അതേ കയറ്റിക്കൊണ്ടുപോകാൻ നോക്കുക. ക്രൂശിന്റെ ദർശനം ഉണ്ടെങ്കിലേ നമ്മൾ കഷ്ടം സഹിക്കത്തുള്ളന്നേ. ആ ദർശനം കിട്ടിയ ഉടനെ അപ്പൻ എന്ത് ചെയ്തു? യാഗപീഠത്തിന്റെ വിറകെടുത്ത് മോന്റെ കഴുത്തെ വെച്ചു കൊടുത്തു. അവനതും ചുമക്കുക. ഈ മോറിയ വരെ ചുമക്കണ്ടേ? മോറിയായുടെ ദർശനം അപ്പനും മകനും ലഭിച്ചപ്പോഴാണ് യഹോവ കരുതിക്കൊള്ളുന്നുള്ള അറിവുണ്ടായത്. അതിലുപരിയായി വിറക് ചുമക്കുന്നത് എന്ത് കഷ്ടവും സഹിക്കും. അപ്പൊ ആ മോറിയായുടെ ദർശനം മനസ്സിൽ മങ്ങരുതേ. ചെറിയ കഷ്ടം നിനക്ക് വലുതായി തോന്നും. 4-ാമത്തെ ദർശനം ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരമാണ്. സമ്പന്നനായ അബ്രഹാം കൂടാരത്തിൽ പാർത്തു ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരമാണ്. ഈ ദർശനം മനസ്സിൽ സൂക്ഷിക്കണം. 1 കനാന്റെ ദർശനം, 2 ജയജീവിതത്തിന്റെ ദർശനം, 3 കഷ്ടതയുടെ മോറിയായുടെ ദർശനം, 4 ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന്റെ ദർശനം. ഇത് നമ്മൾ സൂക്ഷിച്ചാലേ നമുക്ക് അവിടെ പോകാനൊക്കൂ. നമ്മുടെ ഈ ദർശനമൊക്കെ മങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ കാര്യം വലിയ വേദനയായി തോന്നി. അങ്ങനല്ലേ? പൗലോസ്ലീഹയുടെ വേദനയൊക്കെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം 195 അടി കൊണ്ടു. ഞാൻ ചില രാത്രിയിലൊക്കെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. 195 അടി കൊണ്ടു. സുവിശേഷം നിമിത്തം നമ്മുടെ യേശു 49 അടി ഏറ്റിട്ടുണ്ട് ചമ്മട്ടിക്ക്. പൗലോസ്ലീഹ 5 വട്ടമായി 39 ഇഞ്ചു 5 195 അടി കൊണ്ടിട്ടുണ്ട്.
കപ്പൽ ഛേദത്തിൽ ഒരു രാത്രി മുഴുവൻ മധ്യധരണി കടലിന്റെ നടുവിൽ ഒരു തടിക്കഷ്ണത്തെ പിടിച്ച് ഉപദേശി കിടന്നിട്ടുണ്ട്. വലിയ കടൽസ്രാവും കടൽപ്പാമ്പും ഒക്കെയുള്ള മഹാസമുദ്രത്തിൽ ഓളങ്ങളെയും തിരമാലകളെയും നീന്തിക്കടന്ന് ഇങ്ങനെ കടന്നിട്ടുണ്ട്. രണ്ടാമത് കോലുകൊണ്ട് അടിയേച്ചിട്ടുണ്ട്. തെരുവുനായെ കുട്ടികൾ കല്ലെറിയുന്ന പോലെ കല്ലെറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ കഷ്ടത മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വേദനയുടെ ലിസ്റ്റ് എഴുതിയ ശേഷം അദ്ദേഹം പറയാ, നോട്ടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നോർത്തി വാക്കേതാണ്? നോട്ടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. കഷ്ടം എങ്ങനെയാണ്? നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. നമുക്ക് ചിന്തിക്കാൻ നോക്കുമോ? പണ്ട് നമ്മുടെ ഒരു വിശ്വാസി ആടി നിലപറിക്കാൻ പോയപ്പോ ഒരു ആട്ടുംപുഴു വന്ന് ഇറുക്കി. ആട്ടുംപുഴു ഇവിടെ ഇറുക്കിയുള്ളൂ. ദേഹം മുഴുവൻ ചൊറിഞ്ഞപ്പം പുള്ളി ഓർത്ത് ആട്ടുംപുഴു കുടുംബമായി വന്ന് ഇറുക്കിയതാണ്. പുള്ളി ഞായറാഴ്ച സാക്ഷി പറയുകയാണ്, എന്നെ ആട്ടുംപുഴു കുടുംബമായി ഇറക്കി മുഴുവൻ ഇറുക്കി ആകെ ആയി. ഇപ്പൊ എന്ത് ചെയ്യാ? ഞാൻ ഇയ്യോബിനെ ഓർത്തോണ്ടിരുന്ന് ചൊറിയുകയാണെന്ന്. നോക്കിക്കോണേ, ഇയ്യോബിനെ ആട്ടുംപുഴു ഇറുക്കിയതല്ല. ഞാൻ പറഞ്ഞ എന്റെ സഹോദര, ഇതെന്തൊരു വെളിപ്പാടാ. ആടി നിലവെട്ടാൻ പോയപ്പോ ഒരു ആട്ടുംപുഴു കയറി കടിച്ചിട്ട് മനസാക്ഷികത്തിൽ 10 കുഞ്ഞുങ്ങളും നശിച്ച് 14ഓളം വർഷം രോഗം പിടിച്ച് വ്രണം പിടിച്ച് ചാരത്തിലിരുന്ന് പുഴുവിന്റെ കൂടായ ശരീരത്തെ ഓടുകൊണ്ട് ചുരണ്ടി പ്രത്യാശയോടെ കാത്തിരുന്ന ജോബിനെ വെച്ചാണ് ആടി നിലവെട്ടാൻ പോയ ഭക്തൻ കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ വല്ലവരും ഉണ്ടോ? നമ്മുടെ ഈ പ്രത്യാശയൊക്കെ മങ്ങിപ്പോയെന്നേ. അതാ കാര്യം. പൗലോസ് ഇത്രേ അടി കൊണ്ടിട്ട് പറയാ, നോട്ടി നേരത്തേക്ക് അല്ലേ? സമയം എങ്ങനെയാണ്? നോട്ടി നേരം. ഇവിടെ ഇങ്ങനെ 2 വിരൽ ചേർത്ത് പിടിച്ചടിക്കുന്ന ശബ്ദം, നോട്ടി നേരം. അടുത്തത് ലഘുവായ കഷ്ടം. ഓർത്തെ, സുവിശേഷ നിമിത്തം ഒരു നാളെങ്കിലും ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് വെള്ളത്തിൽ കിടന്നവരുണ്ടോ? കുട്ടനാടൻ പ്രദേശമായതുകൊണ്ട് ഇവിടെ വള്ളം കാണും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കല്ലേറേറ്റവരുണ്ടോ? തല്ലുകൊണ്ടവരുണ്ടോ? പട്ടിണി കിടന്നവരുണ്ടോ? ഇല്ല. പക്ഷെ ഇത്രയും കഷ്ടം കണ്ടില്ലേ? കഷ്ടത ഞാനത് ഇടയ്ക്കൊക്കെ രാത്രി ഇന്ന് വായിക്കുമ്പോഴേ നമുക്കൊന്നും പറയാനുള്ള ഒന്നുമില്ല. എന്താ പറയുന്നത്? 2 കാര്യം. ഒന്ന്, കഷ്ടത എത്ര ഉണ്ട്? ലഘുവായ കഷ്ടം. മലയാളത്തിൽ അതിനേക്കാൾ താണൊരു വാക്കില്ല. 195 അടി കൊണ്ട് ശരീരം മുഴുവൻ വ്രണപ്പെട്ട് ചങ്ങലയിൽ കിടന്ന് ആനയുടെ കാല് ചങ്ങല കൊണ്ട് പൊട്ടുന്ന പോലെ പൊട്ടി ആമത്തിൽ കിടന്ന് രാത്രിയുടെ യാമങ്ങളിൽ അരണ്ട വെളിച്ചത്തിലിരുന്ന് കണ്ണുനീരൊഴുക്കി ഈ ലേഖനങ്ങളൊക്കെ എഴുതിയ ഭക്തൻ അവസാനം രക്തസാക്ഷിയായി മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞങ്ങളുടെ കഷ്ടം എങ്ങനെയാണ്? ലഘുവായ കഷ്ടം. ലഘുവായ കഷ്ടം. എപ്പോൾ? അനന്തനിത്യതയിലെ ഭക്തന്മാരുടെ അവകാശത്തിന്റെ തേജസ് ആത്മാവിൽ മങ്ങാതെ മനസ്സ് സൂക്ഷിച്ചപ്പോൾ, വരുവാനിരിക്കുന്ന തേജസ്സിന്റെ മഹിമയോർത്തപ്പോൾ പൗലോസ് പറയുന്നു, ഇത് ലഘുവായ കഷ്ടം. പോട്ടെ, ഇനി എന്താണ്? നോട്ടി നേരത്തേക്ക്. അനന്തനിത്യതയുടെ കാലദൈർഘ്യം കണക്ക് കൂട്ടിയപ്പോൾ ദീർഘമായ 38 വർഷത്തെ ദുരിതം നോട്ടി നേരത്തേക്ക്. നമുക്ക് ഈ ദർശനമൊക്കെ മങ്ങിപ്പോകുമ്പോഴാണ് നമുക്കൊരു ചെറിയ പല്ലുവേദന വന്നാൽ മതി. വേഗാത്ത വാട്ടുകപ്പ് കടിച്ച് നമ്മുടെ പല്ലിന്റെ ഒരു അഗ്രം ഒടിഞ്ഞുപോയൊരു ചെറിയ വേദന ഉണ്ടായാൽ ആ ചെറിയ വേദന നമുക്കൊരു 700 വർഷമായിട്ട് തോന്നും. കാരണം എന്ത്? നമ്മുടെ നിത്യതയുടെ ദർശനമൊക്കെ മങ്ങിപ്പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആ നിത്യതയുടെ ദർശനം മങ്ങാതെ സൂക്ഷിക്കണം. എന്നാലേ നമുക്ക് ഇതൊക്കെ ലഘുവായി തോന്നും. നിങ്ങൾ രാത്രിയിൽ ഏകാന്തതയിൽ ഇരുന്നിട്ട് ഒന്ന് ചിന്തിക്കണം. പൗലോസ്ലീഹ ഇങ്ങനെ ഉടുപ്പ് മാറുമ്പോ ബ്രദർ സിബി അങ്ങോട്ട് ചെന്നാൽ എങ്ങനെ ഇരിക്കുക? മുതുകൊക്കെ മാവേലിക്കര മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഉണക്കമീൻ കീറിയതുപോലെ ഇരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ആലോചിച്ച് ചങ്ങലയിലൊക്കെ കാലിട്ടുന്നേ. ഫിലിപ്പിയാലേഖനമൊക്കെ എഴുതുമ്പം കണ്ണുനീരില്ല എഴുതുന്ന. റോമൻ കാരാഗ്രഹത്തിൽ വിളക്കൊന്നും അനുവദിക്കത്തില്ല. കല്ലുവിളക്കിൽ ആരോ കൊടുത്ത ഒരു ചെറിയ തിരി കത്തിച്ചിരുന്നിട്ട് കാലിൽ ചെയിൻ കിടക്കുകയാണ്, കൈകുത്തി ഇരുന്നിട്ട് ചുരുളിൽ എഴുതുകയാണ്. എന്താണ്? സന്തോഷിപ്പീൻ. ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പാട്ടെഴുതുന്ന പോലെ എഴുതുകയല്ല. ഇടയ്ക്ക് പുറകിലേക്ക് ചാരിയിരിക്കും, യേശുവിന്റെ മുഖം ധ്യാനിക്കും. ഉടനെ കണ്ണുനീരൊഴുകി വരും. പെട്ടെന്ന് അടുത്ത വരി എഴുതും. ഇടയ്ക്ക് കണ്ണുനീര് തിരിച്ചിൽ വീഴും. ഉടനെ തന്നെ താൻ പുതച്ച പുതപ്പുകൊണ്ട് അത് തുടയ്ക്കും. വീണ്ടും അടുത്ത വരി എഴുതും. ഇങ്ങനെയാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത്. ദർശനം മങ്ങരുത്.
ദർശനം മങ്ങരുത്. ദർശനം മങ്ങുമ്പോഴാണ് നൊടിനേരത്തേക്കുള്ള കഷ്ടം, ആ ചെറിയൊരു കഷ്ടം വലിയതായും ചെറിയ സമയത്തെ കഷ്ടം ദീർഘമായും തോന്നുന്നത്. അപ്പോൾ മോറിയായുടെ ദർശനം മനസ്സിൽ മങ്ങരുത്. ആ മോറിയായുടെ ദർശനം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുത്തനുമേ വിശുദ്ധിയോടെ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കത്തുള്ളൂ സഹോദരങ്ങളെ. ആ ദർശനം മനസ്സിൽ മങ്ങി സമ്പൽ സമൃദ്ധിയുടെ രാജവീതിയിൽ കൊട്ടിഘോഷിക്കുകയാണ്. യേശു വരാറായി. നമുക്ക് യേശുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഒന്നാമത് നമുക്ക് ആ രക്ഷയുടെ വസ്ത്രം വാങ്ങാം. രണ്ടാമത് ആ വസ്ത്രം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. മൂന്നാമത് ഈ രാത്രിയിലും കുഞ്ഞാടിന്റെ നിണത്തിൽ നമുക്ക് ആ അങ്കി അലക്കി വെളുപ്പിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആര് നിൽക്കുമെന്നുള്ള ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച് അത് സൂക്ഷിച്ച് അത് ധരിച്ച് യേശുവിന്റെ മുമ്പിൽ നിൽക്കണം. രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആര് നിൽക്കും? 1 യോഹന്നാൻ 3-ാം അധ്യായം 22 ഒരു വാക്യമുണ്ടല്ലോ. അവൻ വരുമ്പോൾ ലജ്ജിക്കാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പി. വായിച്ചാട്ട് 22-ാം വാക്യം. ഇനിയും കുഞ്ഞുങ്ങളെ, വാക്കുകളെ ശ്രദ്ധിക്കണം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കണം. ഒന്ന്, ലജ്ജിക്കാതിരിപ്പാൻ വസ്ത്രം സൂക്ഷിക്കണം. രണ്ടാമത് പറയുന്നു, കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുൻപാകെ നീ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്. അടുത്തത്, അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ യേശുവിൽ വസിപ്പി. യേശു വരാറായി. കൊമ്പ് മുന്തിരിവള്ളിയിൽ എങ്ങനെ വസിച്ചിരിക്കുന്നുവോ, ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് എങ്ങനെ പറ്റിയിരിക്കുന്നുവോ, ഒരു പുരുഷന്റെ അരയിൽ അരക്കച്ച എങ്ങനെ ചേർന്നിരിക്കുന്നുവോ, അതുപോലെ യേശുവിനോട് പറ്റിയിരിക്കുന്ന ഒരുവനെ യേശുവിന്റെ പ്രത്യക്ഷതയിൽ അവന്റെ മുൻപിൽ നിൽക്കാനൊക്കത്തുള്ളൂ. നമ്മൾ നന്നായിട്ടൊന്നറിയുക, യേശു വരാറായി. അവന്റെ പ്രത്യക്ഷതയുടെ ഒരുക്കങ്ങൾ ലോകത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങണം. രക്ഷയുടെ വസ്ത്രം ധരിച്ച്, നീതിയുടെ അങ്കി ധരിച്ച്, സ്തുതി എന്ന മേലാളെ ഏച്ച് നമുക്ക് നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാം. അതിലുപരി പറയുകയാണ്, കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുൻപാകെ ലജ്ജിക്കപ്പെടാതെ ധൈര്യത്തോട് നിൽക്കേണ്ടതിന് നിങ്ങൾ അവനിൽ വസിപ്പി. ഇപ്പോൾ യേശുവിൽ വസിച്ച് നമ്മൾ ജീവിക്കണം. ബ്രദർ സാക്ഷി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, എന്നിൽ വസിപ്പീൻ എന്ന് യേശു പറഞ്ഞു. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കും പോലെ നാം നമ്മുടെ കർത്താവിൽ വസിക്കണം. എങ്കിലേ യേശു വരുമ്പോൾ നിൽക്കാനൊക്കത്തുള്ളൂ. നന്നായിട്ടൊന്നറിയുക, യേശു വരുന്നു, അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു, ആഗമനത്തിനായി നമ്മൾ ഒരുങ്ങുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, യേശുവിൽ നമുക്ക് ചേർന്ന് വസിക്കാം. കൊമ്പ് മുന്തിരിവള്ളിയോട് വസിച്ചിരിക്കും പോലെ ചേർന്നിരിക്കാം. നമ്മുടെ അവയവങ്ങൾ ശരീരത്തോട് പറ്റിയിരിക്കുമ്പോൾ, കുശവൻ കളിമണ്ണുകൊണ്ട് പണിയുമ്പോൾ കളിമണ്ണ് കയ്യിൽ പറ്റിയിരിക്കും പോലെ നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനോടുകൂടെ പറ്റിയിരിക്കാം. ഫലമുള്ളവരായി ജീവിക്കാം. യേശു വരാറായി. സമയം അവസാനിക്ക്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. യേശു വരുമ്പോൾ അവന്റെ മുമ്പിൽ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകുവാൻ അടുത്തത് ബൈബിൾ പറയുന്നു, അവൻ പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുമെന്നും നാം അവനെ കാണുമെന്നും കാണുമ്പോൾ അവനോട് സദൃശ്യന്മാരായി തീരുമെന്നും. അടുത്തത്, ഈ പ്രത്യാശയുള്ളവരൊക്കെ അവൻ നിർമ്മലനായിരിക്കും പോലെ നിർമ്മലന്മാരായി ജീവിക്കണം. ഇപ്പൊ വസ്ത്രം സൂക്ഷിക്കണം, യേശുവിനോടുകൂടെ ചേർന്ന് വസിക്കണം, മനസാക്ഷിയുടെ നിർമ്മലത കാക്കണം. അങ്ങനെയല്ലേ? വായിച്ചാട്ട് 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ. യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന വണ്ണം കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ. യേശുവിനെ കണ്ടാൽ ഉടനെ അവനോട് സദൃശ്യന്മാരാകുന്നത് കൊണ്ട് അവനിൽ ഈ പ്രത്യാശ. യേശു വരുമെന്നും യേശുവിനെ കാണുമെന്നും കാണുമ്പോൾ ഞാൻ അവനോട് സദൃശനായി തീരുമെന്നും. അടുത്തത്, ഈ പ്രത്യാശ ഉള്ളവരൊക്കെ അവൻ നിർമ്മലനായിരിക്കും പോലെ തന്നെ നിർമ്മലരായി സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ യേശുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. ആര് നിൽക്കുമെന്നാണ് ചോദ്യം. നമുക്ക് യേശുവിന്റെ മുമ്പിൽ പോയി നിൽക്കണം. കർത്താവായ യേശുവേ, ആമീൻ കർത്താവേ, വേഗം വരണമേ. നമ്മുടെ ആത്മാവ് ഉണർന്ന് പാടട്ടെ, പറയട്ടെ, നമുക്ക് യോഗ്യരായി തീരാം.
എന്താണ് ഇവിടെ വായിച്ചു കേൾക്കുന്നത്? നമ്മുടെ മനസാക്ഷിയൊക്കെ കാത്തോണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നിഷ്കളങ്കരായിരിക്കണം, മനസാക്ഷിയെ സൂക്ഷിക്കണം. ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് മനസാക്ഷി. നമ്മുടെ ആത്മധൈര്യം ഉണ്ടാകണമെങ്കിൽ മനസാക്ഷി വേണം. ഇപ്പൊ യേശു വരുമ്പോ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാ കൈപൊക്കിയത്. ശ്രദ്ധിച്ചായിരുന്നോ? അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈപൊക്കി. ആദ്യം ആരും കൈപൊക്കിയില്ല. അപ്പൊ നിങ്ങളിപ്പോ യേശു വരുമ്പോ പോകുമോ എന്ന് ചോദിച്ചാൽ കൈപൊക്കാതൊക്കെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ബ്ലാമൂട്ടിലെ അവറാച്ചൻ കൈപൊക്കുന്നു. അവറാച്ചൻ കൈപൊക്കുന്ന കണ്ടാൽ നിങ്ങളെല്ലാം കൈപൊക്കും. അപ്പൊ നിങ്ങൾ പറയും അവറാച്ചൻ പോകുന്നുണ്ടേ ഞങ്ങൾ പോവുക. അതാണ് നമ്മുടെ യോഗ്യത. അവറാച്ചം പോകുന്നുണ്ട് 100% ഞങ്ങൾ പോകും. കാര്യം എന്താ? അതുവരെ യേശുവിന്റെ പ്രത്യക്ഷതയുടെ യോഗ്യത മനസാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ദേശത്തും സമൂഹത്തിലും സാക്ഷ്യമില്ലാത്ത അവറാച്ചം കൈവക്കിയത്. അവറാച്ചം പോകുന്നത് 100% പോകും. അറിയാമോ പോകുന്നത്? ഞങ്ങൾ പോകും. അയ്യോ, അതല്ല സഹോദരങ്ങളെ, മനസാക്ഷിയുടെ നിർമ്മലത കാത്താട്ട് യേശു വരുമ്പോൾ അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകുവാൻ നമുക്ക് നമ്മുടെ മനസാക്ഷിയെ കാക്കണം. മനസാക്ഷി കൊണ്ട് ആത്മധൈര്യമുണ്ട്. മനസാക്ഷി ഉണ്ടെങ്കിൽ ആത്മധൈര്യമുണ്ട്. ആത്മധൈര്യം ഉണ്ടെങ്കിൽ ഉറപ്പുള്ള വിശ്വാസമുണ്ട്. ഉറപ്പുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ജീവനുള്ള പ്രത്യാശയുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യം നിർമ്മലരായി നിൽക്കണം. ഇന്ന് രാത്രിയിൽ ഒരു നല്ല മനസാക്ഷിക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കൊരു നല്ല മനസാക്ഷി തരണമേ. എന്റെ കണ്ണുകൾ അടയുമ്പോൾ നിന്റെ മുഖം കണ്ട് ആശ്വാസം പ്രാപിക്കുവാൻ ഈ രാത്രി എനിക്കൊരു നല്ല മനസാക്ഷി തരണം. മനസാക്ഷി ഉണ്ടെങ്കിൽ നിനക്ക് ആത്മധൈര്യം ഉണ്ടാകും. മനസാക്ഷി ഉണ്ടെങ്കിലേ നമുക്ക് കൃപയിൽ നിലനിൽക്കാനൊക്കും. പൗലോസ്ലീഹ തന്റെ സഹപ്രവർത്തകരായ ചില ശുശ്രൂഷകർ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയവയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഹുമന്യോസും അലസന്തറും അവരുടെ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടതുകൊണ്ട് കൃപയിൽ നിന്ന് അകന്നുപോയി. അങ്ങനെയാണെങ്കിൽ നിലനിൽക്കാൻ നമുക്ക് മനസാക്ഷി വേണം.